കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി നിര്യാതനായി. സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിച്ച ഒരു മരണമാണ്. കഴിഞ്ഞ 2-3 ദിവസമായി അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു. ചർച്ചയും ചെയ്തു, നമ്മൾ ഇടയ്ക്കൊന്ന് പരാമർശിച്ചു പോയി. ഏതായാലും നമ്മുടെ രാജ്യത്തെ അറിയപ്പെടുന്നൊരു നേതാവാണ് വിടവാങ്ങിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആൾ പോയാൽ, ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പോയാൽ അടുത്ത ആളെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. CPM അടുത്ത ജനറൽ സെക്രട്ടറി ആരായിരിക്കും? അടുത്ത ജനറൽ സെക്രട്ടറി ആകാൻ സാധ്യതയുള്ളതായിട്ട് 2 പേരുകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഒരെണ്ണം ത്രിപുരയിൽ നിന്നുള്ള മണിക് സർക്കാർ. 75 വയസ്സ് ഇപ്പോൾ ആകുന്നതേ ഉള്ളൂ. 75 വയസ്സാകുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അടുത്ത ഈ പാർട്ടി കോൺഗ്രസ് വരികയാണല്ലോ അടുത്ത കൊല്ലം. പാർട്ടി കോൺഗ്രസ് വരെയെങ്കിലും അദ്ദേഹത്തിന് തുടരാൻ പറ്റും. ഇനിയുള്ള ഒരു സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക്. പിന്നെ ഒരാളുള്ളത് മുഹമ്മദ് സലീം, ബംഗാളിൽ നിന്ന്. 67 വയസ്സാണ്. മുഹമ്മദ് സലീം ബംഗാളിൽ നിന്നുള്ളൊരു നേതാവ് എന്നുള്ള നിലയ്ക്ക് ബംഗാൾ ഘടകവുമായി പൊതുവെ കേരള ഘടകത്തിന് നല്ല യോജിപ്പില്ല, ഒരിക്കലും ഒരു ലോഹ്യമില്ല. അതുകൊണ്ട് ബംഗാളിൽ നിന്നുള്ള ഒരാളെ ജനറൽ സെക്രട്ടറി ആകാൻ പിണറായി വിജയൻ സമ്മതിക്കാൻ സാധ്യതയില്ല. അതെ, പ്രയാസമാണ്. മാത്രമല്ല, മരിച്ചുപോയ യെച്ചൂരിക്ക് കൂടുതൽ ബന്ധമുണ്ടായിരുന്നതൊക്കെ ഈ ബംഗാൾ ഘടകമൊക്കെ ആയിട്ടാണ്. പക്ഷേ അതിനകത്ത് നമുക്ക് സിമ്പിൾ ഒരു ലോജിക്കൽ റിപ്ലൈ എന്ന് പറയുന്നത് CPM അടുത്ത ജനറൽ സെക്രട്ടറി ആരാവണമെന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുന്നല്ല, പിണറായി വിജയൻ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കും. കാരണം ഇവിടുന്നുള്ള പൊളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, പിന്നെ പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, MP ഗോവിന്ദൻ, വിജയരാഘവൻ, ഇവിടുന്ന് അല്ലെങ്കിലും മറ്റേ പ്രകാശ് കാരാട്ട് മലയാളിയായിട്ട് വിജയരാഘവൻ ഉണ്ട്. ഏറ്റവും അവസാനം MA ബേബി, അത്രയും ആളുകൾ ഇവിടുന്ന് തന്നെ ഉണ്ട്. അപ്പോൾ ഒരു ഭൂരിപക്ഷം സംസ്ഥാനം എന്ന് പറയുന്നത് PBയിൽ കേരളമാണ്. അതല്ല, അത് ഭൂരിപക്ഷം ഒന്നും ഒരു പ്രശ്നമല്ല. CPM ജനറൽ സെക്രട്ടറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഡൽഹി AKG ഭവനിലെ കറണ്ട് ചാർജ് അടക്കണമെങ്കിൽ പിണറായി വിജയൻ കാശ് കൊടുക്കണം. പിണറായി വിജയൻ അങ്ങനെയാണെങ്കിൽ ഒരു മലയാളിയെ എടുക്കാമല്ലോ എന്ന് നമുക്ക് ആലോചിക്കാമായിരുന്നു. പക്ഷെ കോടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നടന്നേനെ. ബേബിയെ ജന്മം ചെയ്ത പിണറായി അടുപ്പിക്കില്ല. അതാണ് പ്രശ്നം. ആ കൂട്ടത്തിലൊന്നും പിന്നെ വിജയരാഘവനൊക്കെ വളരെ ജൂനിയറാണ്. അപ്പോൾ MA ബേബി അതിൻ്റെ അകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആലോചിക്കുകയാണ്, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എക്കാലത്തും വളരെ ചെറിയ പാർട്ടിയായിരുന്നു. കേരളം വിട്ട റെയിൽവേ സ്റ്റേഷനിൽ മാത്രമേ കൊടി കാണാറുണ്ടായിരുന്നു, ചുവന്ന കൊടി എന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല, കൊടിക്ക് പകരം ലൈറ്റായല്ലോ. അപ്പോൾ ഏതായാലും പക്ഷേ വേറൊരു കാര്യമുണ്ട്, പാർട്ടി വളരെ ചെറുതാണേലും വാചകമടി കൊണ്ട്, ഞാൻ നെഗറ്റീവായിട്ടല്ല പറയാം, പ്രസ്താവനകൾ വഴി, പ്രതികരണങ്ങൾ വഴി രാജ്യവ്യാപകമായ ശ്രദ്ധ പിടിച്ചു പറ്റാൻ കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് CPM ഇപ്പോഴത്തെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ സീതാറാം യെച്ചൂരി CPM ഏറ്റവും മോശപ്പെട്ട ജനറൽ സെക്രട്ടറിയാണെന്ന് പറയേണ്ടി വരും. കാരണം അദ്ദേഹത്തിൻ്റെ കാലത്താണ് പാർട്ടി നിരന്തരം തോറ്റുകൊണ്ടിരിക്കുന്നത്, അല്ലേ? പ്രകാശ് കാരാട്ടിലൂടെ തുടങ്ങി വെച്ചു, ബംഗാൾ പോയി, ത്രിപുര പോയി, വീണ്ടും പോയി, കേരളം മാത്രം നിലനിർത്താൻ പറ്റി. കേരളത്തിൽ തുടർഭരണം എന്നുള്ളൊരു ചരിത്രം എഴുതാൻ കഴിഞ്ഞതിൻ്റെ ക്രെഡിറ്റ് ഏതായാലും സീതാറാം യെച്ചൂരിക്കല്ല, പിണറായി വിജയന് മാത്രമാണ്. പിണറായി വിജയൻ ആദ്യത്തെ പ്രാവശ്യം VS കാണിച്ച് ജയിച്ചു. അത് VS അടിച്ച ലോട്ടറി അടിച്ചു മാറ്റി എന്ന് ചിലർ പറയുന്ന പോലെ ഭരണം പിണറായിയുടെ കയ്യിലായി. വീണ്ടും തുടർഭരണം ഓരോ നമ്പറൊക്കെ കാണിച്ച് പിണറായി നേടി. യെച്ചൂരിയുടെ കാലത്താണെന്ന് പറയാം. പക്ഷേ ത്രിപുര ദയനീയമായി തോറ്റുപോയി, പാർട്ടിയെ ഇല്ലാണ്ടായി. ബംഗാളിലും ഒരു തിരിച്ചുവരവ് അസാധ്യമായി. മാത്രമല്ല, കോൺഗ്രസുമായി മുന്നണി ഉണ്ടാക്കേണ്ടി വന്നു ബംഗാളിൽ. അപ്പോൾ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ പ്രകാശ് കാരാട്ടിൽ തുടങ്ങി യെച്ചൂരിലെത്തുമ്പോൾ CPM ജനറൽ സെക്രട്ടറിമാരുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേച്ചർ വല്ലാതെ. പ്രകാശ് കാരാട്ടിൻ്റെ പേര് പറഞ്ഞത് നന്നായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പതനം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്ന കാരാട്ടിൽ ആരംഭിച്ചു, യെച്ചൂരിയിൽ പൂർണ്ണമായി, അല്ലെങ്കിൽ കാരാട്ട് തുടങ്ങി വെച്ചു. അവരാണെങ്കിൽ ഒരുമിച്ച് വിദ്യാർത്ഥി സഹാക്കളുമായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഗ്ലാസ്നസ് പെരിസ്ട്രോയിക്ക എന്ന് പറയുന്ന എൻ്റെ ഒരു പെരിസ്ട്രോയിക്ക പുനഃസംഘടനയാണല്ലോ, അല്ലെങ്കിൽ തകർന്നു വീഴലാണല്ലോ. പെരിസ്ട്രോയിക്കയാണ് CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ. CPA-യെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ട, ഇഗ്നോറബിളാണ്. CPM അങ്ങനെ വല്ലാതെ ക്ഷീണിച്ചൊരു കാലമാണ്. കഴിഞ്ഞ 2015 മുതൽ അത് യെച്ചൂരി പാർലമെൻ്റ് അംഗമാണ്, രാജ്യസഭയിലുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും യെച്ചൂരിയുടെ ഒരു കാലത്താണ് ത്രിപുര വല്ലാതെ തോറ്റുപോയത്.
ഒരു തിരിച്ചുവരവും ഉണ്ടായില്ല. ഇത്തവണ തിരിച്ചു വരുമെന്നൊക്കെ കരുതിയെങ്കിലും നിരാശാജനകമായിരുന്നു. യെച്ചൂരിയുടെ കാലത്ത് ധാരാളം സംഘർഷങ്ങൾ പാർട്ടിക്കകത്തുണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ കൂടെ ഒരു സഖ്യകക്ഷിയായിട്ട് നിൽക്കണം. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി എൻ്റെ വലിയ സുഹൃത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അനുശോചന സന്ദേശമുണ്ട്. അപ്പോൾ അതിനോട് അത് ബംഗാൾ ഘടകത്തിന് അതിൻ്റെ കൂടെ നിർത്താനും യെച്ചൂരിക്ക് കഴിഞ്ഞു. യെച്ചൂരി അവിടുന്ന് രാജ്യസഭയിലേക്ക് വരികയും ചെയ്തു. പക്ഷെ ആ സംഘർഷം പലപ്പോഴും പാർട്ടി കോൺഗ്രസിലൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഇത് അല്ല, യെച്ചൂരിക്ക് ഒരു ടേം കൂടെ കൊടുക്കണമെന്ന് ബംഗാളിന് ആഗ്രഹം ഉണ്ടായിരുന്നു. കേരളം സമ്മതിച്ചില്ല. ജനറൽ സെക്രട്ടറിക്കാണെന്ന് നോക്കണം. അതെന്താന്ന് വെച്ചാൽ ആദ്യം യെച്ചൂരി സെക്രട്ടറി ആവുമ്പോൾ ഞാനൊരു ചാനലിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. യെച്ചൂരി ആയിരിക്കും ഞാൻ പറയുന്നുണ്ടായിരുന്നു. അന്ന് ആ ചാനലിലിരിക്കുന്ന മാധവൻകുട്ടി എസ് രാമേന്ദ്രൻപിള്ള ആയിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു കാരണവുമില്ല. തലേന്നൊക്കെ അങ്ങനെ ഫ്ലാഷും ഒക്കെ വരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അന്ന് യെച്ചൂരിയുടെ കൂടെ നിന്നത് VS അച്യുതാനന്ദനാണ് എന്ന് ഓർക്കണം. അന്ന് സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് രാവിലെ ചില വാചകങ്ങൾ അവർ തമ്മിൽ കണ്ടപ്പോൾ പറയുന്നതൊക്കെ വലിയ വിഷ്വലായിരുന്നു TV-യിൽ അന്ന്. അല്ല, യെച്ചൂരിക്ക് ആയിരുന്നു പ്രകാശ് കാരാട്ടിനേക്കാൾ VS-നോട് ഒരു കരുതലുണ്ടായിരുന്നു. അദ്ദേഹം ആ ശംഖുമുഖത്ത് പോകാതെ വീട്ടിൽ പൂട്ടിയിരുന്നപ്പോൾ പോയി വിളിച്ചുകൊണ്ടേ. യെച്ചൂരി അല്ല കാരാട്ടായിരുന്നെങ്കിൽ VS-നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമായിരുന്നു അല്ലേ? അതിന് അങ്ങനെ തന്നെയാണ് തോന്നേണ്ടത്. പിന്നെ കാരാട്ട് സെക്രട്ടറി ആകുന്ന സമയത്ത് വേണമെങ്കിൽ യെച്ചൂരിക്ക് ആകാമായിരുന്നു. അപ്പം തന്നെ ഈ കേരള ഘടകം എല്ലാം കൂടി യെച്ചൂരിയെ ആ സമയത്ത് സൈഡ് ലൈൻ ചെയ്യുകയാണ് ചെയ്തത്. കാരാട്ടാണ് നമ്മുടെ വരുതിക്ക് നിൽക്കുന്ന ആൾ എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ പിണറായി വിജയനായിരിക്കും തീരുമാനിക്കുക എന്ന് പറഞ്ഞില്ലേ. വരുതിക്ക് നിൽക്കുന്ന ആൾ ആരാണെന്ന് 17 അംഗ ഈ PB-യിലെ പേരുകൾ നോക്കിയാൽ നമുക്ക് അത്യാവശ്യം പിടികിട്ടും. മുമ്പൊക്കെ ആണെങ്കിൽ രാഘവലുവിൻ്റെ പേര് പറയാമായിരുന്നു. പക്ഷെ എൻ്റെ ഓർമ്മ അത് 75 അപ്പുറമൊക്കെ. പക്ഷെ മണി സർക്കാരിന് 75 ആവുന്നു. തൽക്കാലത്തേക്ക് നോക്കാം. പക്ഷെ മുഹമ്മദ് സലീമിൻ്റെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടി ഒന്ന് പയറ്റി നോക്കിയതാണ്. ഈ മതപ്രീണനം, ന്യൂനപക്ഷ പ്രീണനം, പല കാര്യങ്ങളൊക്കെ പറഞ്ഞു നോക്കിയതാണ്. പക്ഷേ മുസ്ലിം സമുദായം കൈവിട്ടു പാർട്ടി. പക്ഷേ ബംഗാളിൽ നിന്നുള്ള ഒരാളെ കാര്യമില്ല. ബംഗാളിലെ പാർട്ടിയും കേരളത്തിലെ പാർട്ടിയും പ്രകടമായി 2 പാർട്ടികൾ പോലെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസിനെ അടുപ്പിക്കാതിരിക്കുമ്പോൾ അവർ കോൺഗ്രസുമായിട്ട് സഖ്യത്തിൽ മത്സരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ബംഗാളിൽ നിന്നുള്ള ഒരാളെ ജനറൽ സെക്രട്ടറി ആക്കാൻ പൊതുവിൽ സമ്മതിക്കാൻ സാധ്യത കുറവാണ്. അത് സാധ്യത കുറവാണെന്ന് പറയുമ്പോൾ നമ്മൾ ത്രിപുരയും കൂടി ആലോചിക്കുമ്പോൾ ത്രിപുരയിലും അതിന് സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കണം. പക്ഷേ അല്ല, മണിക് സർക്കാർ ആവുമ്പോൾ വേറെ പണിയൊന്നുമില്ല. പിന്നെ വേറെ കുഴപ്പക്കാരാണ്. അവിടെ പാർട്ടിയില്ല, പാർട്ടി ഓഫീസും ഇല്ല, എല്ലാം BJP-കാർക്ക് കൊടുത്തു. അപ്പോൾ പിന്നെ ഡൽഹി പോയി ലളിത ജീവിതമാണ്. അവിടെ ഓഫീസിൽ വന്നിരുന്നോളാൻ പറഞ്ഞാൽ ഇരുന്നോളും. രാവിലെ മുതൽ വൈകുന്നേരം വരെയൊക്കെ ഇരുന്നോളും കാര്യങ്ങൾ. ഇവിടുന്ന് ഇപ്പോൾ നമുക്ക് ഈ കേരളത്തിൽ നിന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കൊടുത്താൽ അത് വെച്ച് പ്രസ്താവന ജോൺ ബുട്ടാസ് ഉണ്ടല്ലോ പ്രസ്താവനകളൊക്കെ ബുട്ടാസ് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ പണിക് സർക്കാരിനെ വെച്ചിട്ട് ഡിഫാക്ടോ സെക്രട്ടറി ബുട്ടാസ് അങ്ങനെയൊക്കെ ചെയ്യാം. എനിവേ ഞാൻ പറയുന്നത് അത് നമ്മൾ കുറച്ചത് ഹാസ്യമൊക്കെ നമ്മൾ കലർത്തിയെങ്കിലും CPM-ൽ ജനറൽ സെക്രട്ടറി കണ്ടെത്തുന്ന ഒരു പ്രതിസന്ധി തന്നെയാണ്. അത് പ്രതിസന്ധിയാണ്. ആരാകും എന്നുള്ളത് പ്രതിസന്ധിയാണ്. ആ സമയത്ത് എപ്പോഴും ഒരു വടംവലി വരും. മറ്റ് ശക്തികളുണ്ടല്ലോ. കേരളത്തിന് PB-യിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും വേറെ കുറേ ആളുകൾ അഭിപ്രായം പറയും. എൻ്റെ അകത്ത് PB-യിലുള്ളവർക്കൊക്കെ അഭിപ്രായമുണ്ട്. വൃന്ദക്കാരാട്ടിനെ പോലുള്ളവരുമൊക്കെ ചില സമയത്ത് അവർ വൃന്ദക്കായാലോ വൃന്ദയാക്കിയ പ്രായം കഴിഞ്ഞു അല്ലേ? 1947 അവർ ജനിച്ചത്. അപ്പോൾ കഴിഞ്ഞു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി കാരാട്ടിന് ഒരു അവസരം അവിടെ കൊടുക്കാനും കഴിയും. അല്ലെങ്കിൽ തന്നെ സുനിലിന് അറിഞ്ഞൂടെ ഇത് പുരുഷാധിപത്യമുള്ളൊരു പാർട്ടിയാണ്. ഞാൻ കണക്കാക്കിയതല്ല. ജനറൽ സെക്രട്ടറി ആയിട്ട് വൃന്ദക്കാരായിട്ട് വന്ന അവൈലബിൾ PB കൂടാൻ എളുപ്പമാണിത്. പ്രകാശ് കാരാട്ട് വീട്ടിലുണ്ടല്ലോ, എപ്പോൾ വേണമെങ്കിലും കമ്മിറ്റി കൂടാം. പിന്നെ ചരിത്രത്തിലെ കൗതുകം എന്നുള്ളതിലേക്ക് ഈ സ്ഥാനത്തേക്ക് വരുന്ന ആദ്യത്തെ ഭാര്യയും ഭർത്താവും എന്നൊക്കെ പറയാം. അല്ല, ആദ്യത്തെ വനിത എന്ന് പറയാം. അത് പറയാം. ഇവിടെ പിന്നെ വനിതാ മുഖ്യമന്ത്രി ആകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗൗരിയമ്മ തൊട്ട് തന്നെ തട്ടിക്കൊണ്ടിരിക്കുക. ഗൗരിയമ്മ, സുശീല ഗോപാലൻ, ശൈലജ, ഇതൊന്നും ആ പാർട്ടിയിൽ നടപ്പുള്ള കാര്യമല്ല. പാട്രിയാർക്കൽ എന്ന് പറയുന്ന സമ്പ്രദായമാണ് അതിൻ്റെ അകത്തുള്ളത്. അത് ബാക്കിയുള്ളവരിൽ ആരോപിക്കുന്നു മാത്രമേ ഉള്ളൂ. പുരുഷാധിപത്യം
ആൺമേൽക്കോയ്മ എന്നൊക്കെ കണ്ടിട്ടില്ലേ PhD തീസിസിലൊക്കെ, അതാണ് സംഭവം. ഏതായാലും CPM ഉടനെ ഒരു ജനറൽ സെക്രട്ടറി വേണം. സമ്മേളന കാലമാണ്. സമ്മേളന കാലത്ത് ജനറൽ സെക്രട്ടറി ഇല്ലാതെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അവർ ജനറൽ സെക്രട്ടറി കണ്ടെത്തട്ടെ. ഏതായാലും സീതാറാം യെച്ചൂരിക്ക് നമുക്കൊരു ആദരാഞ്ജലികൾ അർപ്പിക്കാം. റെഡ് സല്യൂട്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.